സാധാ ഒരു മോരുകറിയാണ്. പക്ഷേ ഇതിന്റെ കഷ്ണത്തിനാണ് കേട്ടോ പ്രത്യേകത ഉള്ളത്. കഷ്ണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കേന്റെ കൂഞ്ഞാണേ. മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കേന്റെ കൂഞ്ഞു കൊണ്ടുള്ള അച്ചാർ ഇടുന്നത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിരുന്നു മോരുകറി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ. ആ പച്ച മുള്ളുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇത്. ചില ചക്കയ്ക്ക് വളരെ കുറച്ചേ അത് ഉണ്ടാവുള്ളൂ, ചിലതിന് ആ ഭാഗം നല്ല കട്ടിയിലുണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയ ഒരു കഷ്ണം ചക്കേൻ്റെതിന് നല്ല കട്ടിയിലുണ്ടായിരുന്നേ. അപ്പൊ അതെനിക്ക് കളയാനേ തോന്നിയില്ല കേട്ടോ. ഭയങ്കര സ്വാദാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരിയും ഉണ്ടാക്കും കേട്ടോ, മസാലക്കറികളൊക്കെ ഉണ്ടാക്കുവേ. ഇത് കളയേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ചക്കയൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നവർക്ക് ആ ഭാഗം കൂടി ഉപയോഗിക്കാൻ പറ്റിയ ഭയങ്കര ഒരു കാര്യമായിരിക്കുവേ. അത് നല്ല സ്വാദുമാണ് കേട്ടോ. ഒരു സൈസ് ഒരു പഞ്ഞി പോലെ ഉണ്ടാവും അത്. അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 4-5 മുളകാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും മുളക് തന്നെയാണ് കേട്ടോ അരയ്ക്കുക, മുളക് പൊടി ഇടാറേ ഇല്ല. അതൊന്ന് നല്ലോണം ചൂടാക്കുക. ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടാണ് ചൂടാക്കിയത്, തുള്ളി കേട്ടോ. എന്നിട്ട് ജീരകവും കൂട്ടിയിട്ട് വെള്ളം കൂട്ടാതെ തൈര് ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ നല്ലോണം. ഇന്ന് നമ്മൾ തൈരോ നല്ലോണം കടഞ്ഞ മോരോ ആണേ, കട്ടയില്ലാത്തത്. ഈ ചക്കക്കൂഞ്ഞിന് അധികം വേവില്ല കേട്ടോ. അത് മിക്ക ചക്കയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരു സ്പോഞ്ച് പോലെയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി കുക്കറിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു വിസിൽ ആവുമ്പത്തേക്ക് എടുത്തിട്ട് ഓഫാക്കണേ. ഇത് കണ്ടില്ലേ, വേഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിക്കാട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ചക്കക്കുഞ്ഞിന്റെ അച്ചാറ്. ഒരു സ്പെഷ്യൽ അച്ചാറ്, ഭയങ്കര സ്വാദെന്നൊന്നും പറയാൻ പറ്റില്ല. അതെന്റെ ചാനലിലുണ്ട് ആ വീഡിയോ. പിന്നെ ഉപ്പേരി ഉണ്ടാക്കും, ഉപ്പേരിക്കും നല്ല സ്വാദാണ്, എല്ലാത്തിനും നല്ല സ്വാദാണ്. നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തീരെ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ അരച്ച ഒരു വെള്ളം ഒരു ഇത്തിരി 1/2 ഗ്ലാസ് അധികം വെള്ളമേ ഒഴിക്കുള്ളൂ. മോര് കൂട്ടാൻ അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ജാറിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചിട്ട് തന്നെ ആ തേങ്ങേൻ്റെതെല്ലാം എടുക്കാം കേട്ടോ. അവസാനം നമുക്ക് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച് ആറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടെടുക്കേ. ഇത് നല്ലോണം കറി തിളപ്പിക്കില്ല, അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുടിക്കാൻ വെച്ച വെള്ളമില്ലേ, അതിൽ നിന്നൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ജാറൊന്ന് നല്ലോണം കഴുകി ഒഴിക്കുകയാണേ. ഉപ്പും മഞ്ഞളൊക്കെ പാകത്തിന് ആദ്യം ഇട്ടതുകൊണ്ട് അതൊന്നും ഇനി ഇടേണ്ടി വരൂല കേട്ടോ. നമുക്കിതിനി തിളച്ച് വരാവുന്നതിന് മുന്നേ നല്ലോണം ഇങ്ങനെ ഇളക്കി തിള വരുന്നതിന് മുന്നേ ഓഫാക്കണേ. എന്നിട്ട് ഒരു വറവും കൂടി ഇടണം കേട്ടോ. തൈര് ചേർത്തില്ലായിരുന്നു. ഈ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കാനേ പാടൂല. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. ചക്കേൻ്റെ വേസ്റ്റാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഭാഗം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ചക്ക വേസ്റ്റ് എന്ന് പറയാൻ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കളയാൻ വേണ്ടിയിട്ട് ഈ കൂഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി ഇത്ര തിളച്ചാൽ മതിയാവേ. ഇനി നമുക്ക് വറവിടാം കേട്ടോ. തിളയ്ക്കുന്നില്ല, അത് പത പോലെ വന്നപ്പോൾ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റൗവേ നല്ലോണം കത്തുള്ളൂ, അപ്പോൾ ഇതിങ്ങനെ അപ്പുറത്തേക്ക് വെക്കണം. മറ്റേത് എന്തോ തിളച്ച് മറിഞ്ഞിട്ട് സ്റ്റൗ തീരെ ചെറിയ തീയേ കത്തുള്ളൂ. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയാട്ടോ, വറുത്ത് പൊടിച്ചു വെച്ച ഉലുവയാണ്, ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി കരിവേപ്പില വറവിലല്ല, കരിവേപ്പില നേരെ പച്ചയ്ക്ക് കൂട്ടാനിലേക്ക് തന്നെയാട്ടോ ഇടുന്നത്. കരിവേപ്പില ഇതിലേക്ക് താത്തി വെക്കാം കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാ ടേസ്റ്റും കറിയിലേക്ക് വന്നോളും. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാൻ എടുക്കേ. പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചക്കക്കുഞ്ഞുണ്ടെങ്കിൽ